ഹലോ, 2 മുട്ട വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഒരുപോലെ എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണല്ലോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എഗ്ഗ് റെസിപ്പി ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 2 പുഴുങ്ങിയ മുട്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസ് ആക്കരുത്, വളരെ കുറച്ച് അളവിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിന്ന് ചെറിയ ചെറിയ ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കൈകൊണ്ട് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മളിതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരും. അപ്പം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിനെ എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടല്ലോ, ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.